ഹലോ ഗൈസ്, അങ്ങനെ ഒരു മലേഷ്യ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു അടുത്ത ഇന്റർനാഷണൽ ട്രിപ്പിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ ട്രിപ്പ് പോകുന്ന സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ? ഇറ്റ്സ് തായ്ലൻഡ്. നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിയും. നമ്മുടെ ജോഷിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ് കഴിയും. അപ്പോ നമുക്ക് ഇനി പ്രയറൊക്കെ എത്തിച്ചിട്ട് മൊത്തത്തിൽ പെട്ടിയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. 5 പേരെ ഇപ്പൊ പെട്ടിയുടെ ബാഗിനൊക്കെ കൂടി, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ജോഷിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിന്റെ അല്ല പറയണ്ടേ, അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര തന്നെയാണ് ഇത്. ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര, ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്, ഫസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ പോണ ഒരു ട്രിപ്പ്. അതായത് ഇത്രയും ദൂരേക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് പോണത്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പെട്ടിയൊക്കെ റെഡിയാക്കി നമ്മള് ഇറങ്ങാൻ നിൽക്കണം. നമ്മളൊക്കെ മുന്തിരി കിട്ടിയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ അമ്മ. ഞങ്ങൾ കുറെ നേരത്തെ റെഡി ആയിട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും സ്റ്റേറ്റ് കൊണ്ട് നമുക്ക് കാണാം. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടിയാണ് പോകണം. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ട്രാവലറിനാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകണത്. പോകണ വഴിക്കൊക്കെ നല്ല ബ്ലോക്കാണ്. നമ്മൾ എത്തിയപ്പോൾ നല്ലോണം ലേറ്റ് ആയിരുന്നു. ഈ വ്യൂ തൊട്ട് നമുക്ക് ഈ പാക്കേജിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, നമ്മുടെ ഗ്രൂപ്പിന് തിരിച്ചറിയാനായിട്ട്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ. ബ്ലോക്ക് കാരണം 9:30ക്കാണ് എത്തി, 8 മണിക്ക് എത്തുന്നതിന് പകരം. അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ 4-5 പെട്ടികളുള്ള കാരണം കൊണ്ടും അതിനും എക്സ്ട്രാ ടൈമൊക്കെ എടുത്തു. എന്നാലും നമുക്ക് ഏറ്റവും ടെൻഷനുള്ളൊരു ടൈമാണല്ലോ ഇത്. അതായത് നമ്മുടെ വെയിറ്റ് കൂടി പോവില്ല എന്നുള്ളത്. നിങ്ങളുടെ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് 20 kg ലഗേജും അതുപോലെ തന്നെ ഹാൻഡ് ബാഗേജ് ആയിട്ട് 7 kg കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞു. അതായത് നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ട് ലോഞ്ച് ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയെങ്കിലും ഒന്ന് പോയി നോക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. കാരണം ഞങ്ങളിൽ കുറേ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇതിന് പ്രിവിലേജ് ഉണ്ടോ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടതാണ് ഞങ്ങൾ ലോഞ്ച് ആക്സസിന് പോവാണ്. പക്ഷേ ഞങ്ങൾ പോയിട്ട് 3 അവസ്ഥയിൽ തിരിച്ചു വന്നു. കാരണം ഞങ്ങളുടെ കാർഡുകൾക്കൊന്നും പ്രിവിലേജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 1 മാസം തൊട്ട് വന്ന് എന്തോ ഒരു ചേഞ്ച് കാരണമാണ് ഒരു കാർഡിൻ്റെ പ്രിവിലേജ് ഇല്ലാണ്ട് പോയത്. അപ്പോൾ നിങ്ങൾ ലോഞ്ചൊക്കെ ആക്സസ് ചെയ്യാനുള്ളവരാണെങ്കിൽ അതൊക്കെ നേരത്തെ നോക്കിയിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കുഴപ്പമില്ല ഒരു എക്സ്പീരിയൻസ്. അതങ്ങനെ നമ്മുടെ പ്ലെയിനിൽ കയറാനുള്ള സമയമായി. നിങ്ങളങ്ങനെ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഗൈസ്. ആദ്യം ഫ്ലൈറ്റിലേക്ക് വരണോണ്ട് പേടിയാവുന്ന നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഫ്ലൈറ്റ് ഇഷ്ടമാവില്ലേ. ഞാനാണ് വിൻഡോ സീറ്റ് ഗൈസ്. വിൻഡോ സീറ്റ് കാണണ്ടേ. അങ്ങനെ ജോഷിക്ക് വിൻഡോ സീറ്റ് വേണ്ടത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അവൻ ഇത്രയധികം പ്രാർത്ഥിക്കും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചവനെ കിട്ടുമ്പോൾ അപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നതായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ പാളിപ്പോയി. അവനൊരു പ്രശ്നമില്ല, സിംഗിൾ സീറ്റ് ജയിച്ചു. സിംഗിൾ പേഴ്സൺ ഇവിടെ അമ്മയ്ക്ക് കേട്ടോ പിന്നെ വിൻഡോ സീറ്റ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളൊരു ഒരു റോലാണ്. അമ്മ സിംഗിൾ ആവും ഈ പോക്കാണെങ്കിൽ. അവിടെ അമ്മയുണ്ട്, അവിടെ അമ്മ ഒക്കെ ഉണ്ട് കേട്ടോ. പറയൂ ജോഷ, ഞങ്ങളുടെ ജോഷ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഫ്ലൈറ്റ് തന്നെ കയറണം. ഇന്റർനാഷണൽ ട്രിപ്പാണ് ജോഷയുടെ. ഓക്കെ, ഞാൻ കുറേ വട്ടം പറഞ്ഞു ശരിയാണ് ജോഷ. എന്ത് പറയാ, അങ്ങനെയുണ്ട് ഫ്ലൈറ്റ്. ഇവിടെ നമ്മുടെ സിയെ കുട്ടി ഉണ്ട്. ആദ്യം എത്തിയിട്ട് ഇവിടെ ഏറ്റവും അവസാനം എനിക്കറിയില്ല, എടുക്കാറില്ല. ചേട്ടൻ പ്രിപ്പറേഷൻസ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ആ ഫ്ലൈറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ഫ്ലൈറ്റ് പറക്കാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത സെറ്റ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതായത് Day 1 തായ്ലൻഡ് ആരായിരിക്കും നമുക്ക് സീരീസ് ഇറക്കാം. സോ സ്റ്റേ ട്യൂൺഡ്. തായ്ലൻഡ് വിശേഷങ്ങൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ ഒന്നും പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും സീ യു. Strive for greatness.